കോട്ടയം തിരുവാതുക്കൽ ഇരട്ട കൊലപാതകത്തിന് പിന്നിൽ മാസങ്ങളോളം മനസ്സിലിട്ട് നടന്ന പകയുടെ കഥയുണ്ട്. വീട്ടുടമയായ വിജയകുമാറിൻ്റെ വീട്ടിൽ നിന്നുണ്ടായ ദുരനുഭവങ്ങൾ, ശമ്പളം കിട്ടാതായപ്പോൾ നടത്തിയ മൊബൈൽ മോഷണം, അതേ തുടർന്നുണ്ടായ അറസ്റ്റും ജയിൽവാസവും, പിന്നാലെ ഗർഭസ്ഥ ശിശുവിൻ്റെ മരണവും ഭാര്യ പിണങ്ങിപ്പോയതും, അങ്ങനെ മനസ്സിൽ ഉണങ്ങാത്ത മുറിവുമായി മാസങ്ങളോളം കാത്തിരുന്ന് ആസൂത്രിതമായി നടത്തിയ ഇരട്ട കൊലപാതകം. പ്രതി അമിത് ഒറാങ് കൊല്ലാൻ ലക്ഷ്യമിട്ടത് വിജയകുമാറിനെ മാത്രമെന്നാണ് മൊഴി. ശബ്ദം കേട്ട് ഭാര്യ ഉണർന്നതുകൊണ്ടാണ് മീരയെയും കൊലപ്പെടുത്തിയത്. കേസിൽ പ്രതി കൊലപാതകം നടത്താൻ പോകുന്നതും CCTVയുടെ ഹാർഡ് ഡിസ്കുമായി തിരികെ വരുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. വിജയകുമാറിനെതിരായ പ്രതികാരത്തിന്റെ കാരണം വ്യക്തമാക്കുന്നതാണ് പ്രതി അമിത് ഒറാങ്ങിന്റെ വിശദമായ മൊഴി. പ്രണയിച്ച് വിവാഹം കഴിച്ച ഭാര്യയോട് വിജയകുമാർ ധാർഷ്ട്യത്തോടെയാണ് പെരുമാറിയിരുന്നത്. തന്നെയും ഒരു അടിമയെ പോലെ കണ്ടു. 1 മാസത്തെ ശമ്പളം തരാതിരുന്നതുകൊണ്ടാണ് മൊബൈൽ മോഷ്ടിച്ച് പണം തട്ടിയെടുത്തത്. പണം തിരികെ നൽകണമെന്ന് ഭാര്യ നിർദ്ദേശിച്ചെങ്കിലും കേസായതോടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കപ്പെട്ടു. 5 മാസം ജയിലിലായ സമയത്ത് ഭാര്യയുടെ ഗർഭമലസി. വിജയകുമാർ നൽകിയ കേസ് കാരണം പരിചരണം നൽകാനാകാതെ ജയിലിലായത് ഗർഭമലസാൻ കാരണമായി. നമ്മുടെ ആദ്യത്തെ നിഗമനം തന്നെ വ്യക്തിവൈരാഗ്യത്തിന്റെ പുറത്തുള്ള ഒരു ആസൂത്രിതമായ കൊലപാതകം എന്നായിരുന്നു. ആ നിഗമനത്തിൽ ഉറച്ചുകൊണ്ടാണ് നമ്മൾ അന്വേഷണം ആരംഭിച്ചത്. പ്രതിയെ ലഭിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള കുറ്റസമ്മത മൊഴി, അതുപോലെ ശാസ്ത്രീയമായ തെളിവുകൾ, സാഹചര്യ തെളിവുകൾ എല്ലാം നമ്മുടെ ആദ്യത്തെ നിഗമനം ശരിവയ്ക്കുന്ന രീതിയിലുള്ളതാണ്. കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയെങ്കിലും ജാമ്യവ്യവസ്ഥകൾ ഉള്ളതിനാൽ ഭാര്യയെ കാണാൻ നാട്ടിലേക്ക് പോകാനായില്ല. കോട്ടയത്ത് ലോഡ്ജിൽ താമസിക്കുമ്പോഴും വിജയകുമാറിനെ വിളിച്ച് കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടു. ഇത് നിരസിച്ചതോടെയാണ് കൊലപാതകത്തിലേക്ക് കടന്നത്. വിജയകുമാറിനെ മാത്രമാണ് കൊല്ലാൻ ശ്രമിച്ചതെങ്കിലും ഭാര്യ മീര ഉണർന്നതോടെ ഇരുവരെയും കൊല്ലേണ്ടി വന്നു എന്നാണ് പ്രതിയുടെ മൊഴി. റിമാൻഡിൽ കിടന്നിരുന്ന കാലത്ത് പ്രതിയുടെ ഭാര്യ ഗർഭിണിയായിരുന്നു. ഏകദേശം ഒരു 7-8 മാസമായപ്പോൾ ഗർഭം അലസിപ്പോയി. അപ്പം അങ്ങനെ വ്യക്തിപരമായ കുറേ ബുദ്ധിമുട്ടുകളും എല്ലാം വന്നപ്പോൾ അതിനെല്ലാം കാരണക്കാരൻ വിജയകുമാർ എന്നുള്ള നിലയ്ക്കുള്ള ഒരു വൈകാരിക പ്രതികരണമാണ്. അതുകൊണ്ട് തന്നെ ഇയാൾ 19-ാം തീയതി, ഈ മാസം 19-ാം തീയതി കോട്ടയത്ത് വന്ന് താമസിച്ചു. പ്രീമെഡിറ്റേറ്റഡ് ആയിട്ട് പ്രിപ്പറേഷൻസ് എല്ലാം ചെയ്തു. അങ്ങനെയാണ് ക്രൂരമായ കൊലപാതകം നടത്തിയത്. അമിത് ഒറാങ് DVRുമായി വീടിന്റെ സമീപത്തെ തോട്ടിലേക്ക് പോകുന്ന ദൃശ്യങ്ങളും ഇത് കളഞ്ഞ ശേഷം മടങ്ങിയെത്തുന്ന ദൃശ്യങ്ങളുമാണ് പുറത്തു വന്നത്. ഫൈസൽ ഷാജി എന്ന സഹതടവുകാരനാണ് പണം വാങ്ങി ജാമ്യം നിൽക്കുന്ന സ്ത്രീകളെ ഏർപ്പാടാക്കിയതെന്നും പ്രതി മൊഴി നൽകി. അമിത്തിന്റെ അമ്മയാണ് ഓൺലൈൻ വഴി തുക ഇവർക്ക് കൈമാറിയത്. 12 ഇടങ്ങളിൽ നിന്ന് പ്രതിയുടെ വിരലടയാളങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ജി ശ്രീജിത്ത്, News 18 കോട്ടയം.